ആ അത് വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. കഥകളി ചെറുപ്പത്തിലെ നേരത്തെ ഈ അമ്പലത്തിലൊക്കെ ഉത്സവത്തിനൊക്കെ കഥകളി ധാരാളം കണ്ടിട്ടുണ്ട്. അച്ഛൻ കഥകളി കാണാൻ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകും. അപ്പോൾ ഒക്കെ കണ്ടിട്ടുണ്ട്. കടപ്പാട്ടൂർ പോയിട്ട് ഹരിശ്ചന്ദ്രചരിതം എന്നുള്ള കഥ, കൃഷ്ണനായരാശാനാണ് ഹരിശ്ചന്ദ്രൻ. അതൊക്കെ കണ്ടപ്പോൾ ഇപ്പോഴും കൃഷ്ണനായരാശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനായരാശാൻ്റെ വിശ്വാമിത്രൻ്റെ വേഷം അദ്ദേഹം ചെയ്തതാണ് മനസ്സിൽ കൃഷ്ണനായരാശാൻ എന്ന് പറയുന്ന വന്ന് തെളിയുന്ന രൂപം. അത്ര തന്മയത്വമാണത്. അപ്പോൾ അത് അച്ഛൻ പറഞ്ഞു തരികയും ചെയ്യും എങ്ങനെയാണ് ആസ്വദിക്കേണ്ടതെന്ന്. അങ്ങനെ ഈ കഥകളിയോടുള്ള ഭ്രമം അത് കുറേശ്ശെയൊക്കെ മുദ്രകളൊന്നും ഒന്നും പഠിച്ചിട്ടില്ല. എങ്കിലും ഈ കഥ പറഞ്ഞിട്ട് അച്ഛനൊപ്പം പറഞ്ഞു തരികയും കൂടെ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ആ രതിവിരതികളെ സൃഷ്ടിച്ചിട്ട് അവരെ നൃത്തം പഠിപ്പിക്കുന്ന രംഗവും അങ്ങനെയൊക്കെ അത് നന്നായിട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് ചെറുപ്പത്തിലെ ഒരിതായിട്ട്. പിന്നീട് വളർന്നു വന്നപ്പോൾ മനസ്സിലായി കഥകളി എന്ന് പറയുന്നത് നമ്മളുടെ മലയാളികൾക്ക് മൊത്തത്തിൽ അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയ ലോകോത്തരമായിട്ടുള്ളൊരു ക്ലാസിക്കൽ കലാരൂപമാണ്. ഈ കലകളുടെ ധർമ്മം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ കയറിയിട്ട് പരിവർത്തനപ്പെടുത്താൻ, നമ്മളുടെ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപരത്വമുള്ള ഒരു ലോകം, വേറൊരാൾ എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ അത് അഹങ്കാരം വളരെയധികം കുറയ്ക്കുന്ന ഒരു അനുഭവമാണ്. ആ ഒരു ബോധ്യം, നിതാന്ത ബോധ്യം, എൻ്റെ ചുറ്റും ഞാനല്ലാതെ കുറേ ആൾക്കാരുണ്ട് എന്നുള്ളൊരു ബോധ്യം. അത് ഈ വേഷങ്ങളിലൂടെ അഭിനയിച്ച് കാണിക്കുമ്പോൾ ആ പാത്രങ്ങളിലേക്ക് നമ്മളും കൂടെ, കഥാപാത്രങ്ങളിലേക്ക് നമ്മളും കൂടെ സന്നിവേശിക്കുക, അവരുടെ സുഖദുഃഖങ്ങളൊക്കെ നമ്മളും കൂടെ നേരിട്ട് അനുഭവിക്കുക. അപ്പോൾ പരോക്ഷമായിട്ട് അതിനകത്ത് ഈ ഒരു അപരബോധം ഉണ്ടാവുക. അത് ഒരു പൗരന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. എനിക്ക് ചുറ്റും കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ടെന്ന്. ഇപ്പം നമുക്കറിയാം, ആധുനിക ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിഷ്ണുത വളരെ കുറവാണ്. മറ്റുള്ളവരോട് നിരുപാധികമായിട്ടൊരു ഇഷ്ടമോ അവരെ അംഗീകരിക്കാനുള്ളൊരു മനസ്സോ ഒന്നുമില്ലാത്ത ഒരു രീതിയിലേക്ക് കേരളത്തിൻ്റെ സമൂഹം വളർന്ന് മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് സംശയിക്കത്തക്ക വിധത്തിലാണ് സാമൂഹിക ഇടപെടലുകളിൽ അധികവും നമ്മൾ ഇടപെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു നമുക്ക് തന്നെ വരുന്ന ഒരു ബോധ്യം അങ്ങനെയായി വരുന്നൊരു കാലമാണ്. അപ്പോഴാണ് ഈ കഥകളി പോലെയുള്ള ഇതുപോലെ ലോകോത്തര കലാരൂപങ്ങൾ നമ്മളിൽ കയറി പ്രവർത്തിക്കുന്നത്. ആ ഒരു ബോധ്യം ചെറുപ്പത്തിലെ ഈ രീതിയിൽ വ്യക്തമായിട്ടല്ലെങ്കിലും മനസ്സിലുണ്ടായിരുന്നു. ആ ആസ്വാദ്യത വരുമ്പോൾ അവനവനെ മറക്കാൻ കഴിയുന്നു എന്നുള്ള ആ അനുഭൂതിയുടെ ഒരു അനുഭവം മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. പിന്നീട് ഭാഗ്യവശാൽ ആണ് ഒരു ദിവസം ഇവിടുന്ന് ബാങ്കിൽ പോകാനായിട്ട് ബസ്സിൽ കയറി ഇരിക്കുമ്പോൾ അടുത്ത് ഒരാൾ എൻ്റെ സീറ്റിൽ തൊട്ടടുത്ത് വന്നിരുന്നു. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് പെട്ടെന്ന് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ഇങ്ങനെ മൂളുന്നു, പാട്ടുകൾ മൂളുന്നു. അത് കഥകളിപ്പതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ എനിക്ക് പരിചയമില്ല, പക്ഷേ എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ചേട്ടൻ എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അത് സാക്ഷാൽ കോട്ടക്കൽ പരമേശ്വരൻ നമ്പൂതിരിയായിരുന്നു. കൊച്ചേട്ടൻ എന്ന് എല്ലാ സ്നേഹമുള്ളവരും വിളിക്കുന്ന അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞു. കാരനാട്ട് രാമൻ ചേട്ടൻ്റെ മകനാണ്. അത് ശരി, ഞാനും കേട്ടിട്ടേ ഉള്ളൂ, അറിഞ്ഞ് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് വലിയൊരു സൗഹൃദമായിട്ട് അങ്ങോട്ട് വളർന്നു. അന്നാണ് കൊച്ചേട്ടനെ അറിയാൻ. കൊച്ചേട്ടൻ്റെ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പൂവക്കുളത്ത് പോയിട്ട് കൊച്ചേട്ടനും പീടി അനിയേട്ടൻ ഇവർ രണ്ടുപേരും കൂടെ അവിടെ അതിഗംഭീരമായിട്ട് കഥകളി അവതരിപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെ മനുഷ്യന് സാധ്യമാണോ എന്ന് പറയുന്നുള്ള വിസ്മയത്തോടെ കണ്ട് തിരിച്ച് രാത്രി ഒരു 2 മണിയായപ്പോൾ സൈക്കിളിൽ തിരിച്ചിങ്ങോട്ട് പോകുന്നതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ഏതായാലും ഒരു നിയോഗം പോലെ കൊച്ചേട്ടനോട് പറഞ്ഞു, എനിക്ക് കഥകളി സംഗീതം പഠിക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. അപ്പോൾ കോട്ടക്കൽ, ഞാനന്ന് കാടാമ്പുഴയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൽപ്പകഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അങ്ങനെ കൊച്ചേട്ടൻ എന്തുകൊണ്ട് എൻ്റെ ഭാഗ്യം കൊണ്ട് കൊച്ചേട്ടൻ അങ്ങോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, പാട്ട് പാടാൻ പറഞ്ഞു. കുറച്ച് ശാസ്ത്രീയ സംഗീതം വശാക്കിയിരുന്നത് കൊണ്ട് പാട്ട് പാടാൻ പറഞ്ഞു. പാടി. അപ്പോൾ പറഞ്ഞു, പഠിച്ചതിൽ കുറച്ച് അബദ്ധങ്ങളുണ്ട്, അതൊക്കെ കറക്റ്റ് ചെയ്യണം. അതുകൊണ്ട് നമുക്കൊരു കേദാരഗൗളം വർണ്ണം
ആദ്യം പഠിക്കാം എന്ന് പറഞ്ഞ് അത് 3 കാലത്തിലും ചൊല്ലാറാക്കി. ഇത് കുറേ ദിവസങ്ങൾ കൊണ്ടാണ്. അങ്ങനെ കൊച്ചേട്ടൻ്റെ ഒരു കാരുണ്യം എന്തോ എനിക്ക് ലഭിച്ചു നല്ലോണം. അതുകൊണ്ട് അതാണ് ഇന്നിപ്പോൾ ഓരോ പാട്ടുകൾ പാടാൻ പറ്റുമ്പോഴും കഥകളിപ്പദം പാടുമ്പോഴും ഒക്കെ കൊച്ചേട്ടനെ മനസ്സുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ സ്നേഹത്തോടെ നന്ദിയോടെ കൊച്ചേട്ടനെ മനസ്സിൽ ഓർക്കാത്ത ദിവസങ്ങളില്ല എന്ന് പറയാം. ഞങ്ങളിപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലശേഷം ഇപ്പോൾ പി ഡി അനിയേട്ടൻ്റെ നേതൃത്വത്തിലും ഏറ്റിക്കട രാമൻ എന്ന് പറഞ്ഞിട്ടൊരു ശിഷ്യനുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ വരവേശ്വരൻ നമ്പൂതിരി സ്മാരക ഒരു അനുസ്മരണ സമിതിയുണ്ട്. എല്ലാ വർഷവും കൂത്താട്ടുളത്ത് ശ്രീധരിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് വേണ്ടി മാത്രം നടത്തുന്നുണ്ട്. കഥകളി അങ്ങനെയാണ്. അതുകൊണ്ടാണ് എനിക്ക് കഥകളി ആസ്വദിക്കാനും കഥകളി സംഗീതം പഠിക്കാനുമുള്ളൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അദ്ദേഹം വന്നിട്ട് ഈ കഥകളി ഇങ്ങനെ ഓരോന്ന് കുചേലവൃത്തം മുതൽ അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി. ദക്ഷയാഗം, രുക്മാംഗദചരിതം, അങ്ങനെ കുറേ കഥകൾ, കർണശബ്ദം, അങ്ങനെ 5-6 കഥകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് നേരിട്ട് പഠിക്കാനൊരു ഭാഗ്യമുണ്ടായി. അതൊരു അത്യപൂർവമായിട്ടുള്ളൊരു ഭാഗ്യമാണ്. അത് ജീവിതത്തിൽ തന്നെ ഒരു വഴിത്തിരിവാണ്. വെച്ചാൽ ഒരുപാട് തിരിച്ചറിവുകൾ ഈ ലോകോത്തര കലാരൂപം എന്നെ എന്താ പറയണ്ടേ കൂടുതൽ നവീകരിക്കുന്നതിന് ഇത് ഉപകരിച്ചു എന്നുള്ളതാണ് ഈ കഥകളി സംഗീതം പഠിക്കാനിടയായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് രാഗബോധം ഉണ്ടായി. ഭാവതീക്ഷ്ണമാണ് കഥകളി സംഗീതം, പിന്നണിയാണ്. അത് കേട്ട് ആ പാട്ട് കേട്ട് അരങ്ങത്ത് പാത്രബോധത്തോടെ ആസ്വദിച്ച് നിൽക്കുന്ന ഒരു നടൻ അറിയാതെ അത് അഭിനയമായി പോകണം എന്നുള്ളതാണ് കഥകളി സംഗീതത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആശാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഭാവതീക്ഷ്ണമായിട്ട് പാടുമ്പോൾ ഈ രാഗത്തിൻ്റെ ഓരോ ഛായയും അത്രയും കൃത്യമായിട്ട് നമ്മളുടെ മനസ്സിൽ പകർന്നു കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് തുടർന്ന് മറ്റുള്ള സംഗീത ശാഖകളിലേക്കും കുറേശ്ശെ കടക്കാനും ഒക്കെ ഇടയായത്. അങ്ങനെ അവിടുന്ന് 5-6 കഥകൾ പഠിച്ചിട്ട് പിന്നെ കൊച്ചേട്ടനും പ്രോത്സാഹിപ്പിച്ചു. നല്ലോണം ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. രാവിലെ ഒരു 3 മണിയാകുമ്പോൾ കൊച്ചേട്ടൻ വിളിക്കും. അങ്ങനെ 3 മുതൽ ഒരു 5:30 വരെയൊക്കെ അവിടെ ഇരുന്ന് പാടി പഠിപ്പിക്കും. റെക്കോർഡ് ചെയ്ത് തരും. അത് കേട്ട് പഠിക്കാൻ പറയും. അടുത്ത തവണ അങ്ങനെ വരും. അങ്ങനെ ആഴ്ചയിൽ 3-4 ദിവസം അവിടെ വന്ന് താമസിക്കും അദ്ദേഹം. ഞാൻ കോട്ടക്കിലേക്ക് പോവും. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് പഠിക്കും സമയമുള്ളപ്പോൾ. അങ്ങനെയൊക്കെ ആയിട്ട് 5-6 കഥ പഠിച്ചിട്ട് ഒരു ദിവസം നമുക്ക് എന്നാൽ അരങ്ങേറ്റം നടത്തുക. അപ്പോൾ അരങ്ങത്ത് പാടാനുള്ളൊരു ധൈര്യം വരും. ഒന്ന് തുടങ്ങി വെക്കുക എന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ അരങ്ങേറ്റത്തിന് വേണ്ടി മാത്രമായിട്ട് രാമപുരത്ത് അമ്പലത്തിൽ വെച്ചിട്ട് ഈ കുചേലവൃത്തം കഥ പേശിപ്പള്ളി രാജീവൻ കൃഷ്ണനായിട്ടും ചെറുപുള്ളി അപ്പുവേട്ടൻ കുചേലനായിട്ടും അങ്ങനെ കഥകളിയോട് കൂടിയിട്ട് അരങ്ങേറ്റം നടത്തി. അതൊരു അവിസ്മരണീയമായിട്ടുള്ള ഒരു അനുഭവമാണ്. കൊച്ചേട്ടൻ്റെ ഒരു കാരുണ്യവും സ്നേഹവും ചേർത്ത് പിടിക്കലും ഒക്കെ കൊണ്ടാണ് അങ്ങനെ കഴിഞ്ഞത്. അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല കഥകളി അരങ്ങേറ്റം നടത്തേണ്ടത്. അതിന് ചൊല്ലിയാട്ടം വേണം, അത് ദിവസവും പഠിക്കണം. ഒരു 6-7 കൊല്ലത്തെ കോഴ്സാണ് കഥകളിയുടെ ഓരോ മേഖലയും വാദ്യവും ഒക്കെ വേഷവും പാട്ടും ഒക്കെ പഠിക്കണമെങ്കിൽ ഇതുപോലെ തീവ്രമായിട്ടുള്ള സാധകം ആവശ്യമുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാതെ ഇദ്ദേഹത്തിൻ്റെ സാമീപ്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹം കൊണ്ടും ചേർത്ത് നിർത്തലും കൊണ്ടും അങ്ങനെയൊക്കെ കഴിഞ്ഞു. അത് അച്ഛനും എന്നെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചു. അങ്ങനെയൊരു കാര്യം വന്നു എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഈ കുചേലവൃത്തം രാമപുരത്ത് അമ്പലത്തിൽ പാടി അരങ്ങേറ്റം നടത്തി. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആശാൻ്റെ കൂടെ ആകാശവാണിയിൽ പോയിട്ട് പാടാൻ പോയി. അത് ചിലപ്പോൾ എനിക്ക് അപ്പം പറഞ്ഞു തരികയാണ്. അത് അപ്പം പഠിക്കുക. എല്ലാ കഥകളും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ആകാശവാണിയിൽ നിന്ന് ആവശ്യപ്പെടുന്നതനുസരിച്ച് പാടാൻ പറ്റുള്ളൂ. കഥകളി അങ്ങനെയാണ്. ഇത്രയും വലിയ ഒരു നളചരിതം ആട്ടക്കഥ, അതുപോലെ ഈ കുചേലവൃത്തം, എല്ലാ കഥകളും തന്നെ ഈ പറയുന്ന നമ്മളെ കൂടുതൽ സംസ്കാര സമ്പന്നരാക്കുന്ന മാനസികാവസ്ഥ പ്രദാനം ചെയ്യുന്ന വലിയ കലയാണ്. നമുക്കതിൻ്റെ പ്രാധാന്യം ശരിക്കും മലയാളികൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. അതിനെ പക്ഷേ ആസ്വദിക്കാൻ ഉള്ള ഒരു പരിശീലനം ആവശ്യമുണ്ട് എന്നുള്ള ഒരു പരിമിതി അതിനകത്തുണ്ട്. എങ്കിൽ തന്നെയും ആ ഒരു നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇത് പഠിപ്പിക്കണം ശരിക്കും. അങ്ങനെയാണ് കുട്ടികളിൽ തന്നെ ഈ നല്ല ഒരു സിവിക് സെൻസ്, ഒരു പൗരബോധം ഉണ്ടാവാനും അവരെ വഴിതെറ്റിപ്പോവാതെ അവർക്ക് അഭിനിവേശമുള്ള മേഖലകളിൽ വ്യാപരിക്കാനും അവരെ സജ്ജരാക്കാൻ ഈ കലകൾ വല്ലാതെ പ്രവർത്തനമുണ്ട്. അതിന് വേണ്ടത്ര അർഹിക്കുന്ന പ്രാധാന്യം
നമ്മൾ ഇപ്പോഴും കൊടുക്കുന്നില്ല എന്നുള്ള ഒരു കാര്യവും കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ് കഥകളിയുടെ പ്രാധാന്യം കൊണ്ട്. അങ്ങനെ പഠിച്ചിട്ട് ഇവിടുന്ന് ഈ അരങ്ങേറ്റം കഴിഞ്ഞു. അതിനകത്ത് ഉള്ള കുചേലവൃത്തത്തിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു പദമാണ് അജിതഹരേ ജയ. അത് ഇപ്പോൾ കഥകളിപ്പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഥകളി സാധാരണ നല്ലോണം കണ്ട് പരിചയമില്ലാത്ത ഒരാളോട് ഒരു പാട്ട് കഥകളിപ്പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഥകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജിതഹരേ ജയ ഞാൻ പാടി കേട്ടിട്ടുണ്ട്. ഹൈദരാലി, എമ്പ്രാന്തിരി, ഉണ്ണികൃഷ്ണക്കുറുപ്പ് അങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള കഥകളി സംഗീതജ്ഞരൊക്കെ പാടി കേട്ടിട്ടുണ്ട് എന്ന് പറയും. അത് അങ്ങനെ ആദ്യം വരുന്നത് കഥകളിയെ പറ്റിയിട്ട് അറിവ് കുറവുള്ളവർ കഥകളിപ്പദം എന്നുള്ള നിലയ്ക്ക് മനസ്സിലാക്കി വെച്ചിട്ടുള്ള പദം അജിതഹരേ ജയ എന്നുള്ളതാണ്. അതിൻ്റെ കുറച്ച് വരികൾ ഞാനിപ്പോൾ ഒന്ന് ചൊല്ലാം, കൊച്ചേട്ടനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട്. അജിത ഹരേ ജയ മാധവ വിഷ്ണു അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നാഥ ജയ സാരഥേ സാധു ദ്വിജനൊന്നു പറയുന്നു. ജയ സാരഥേ സാധു സാധു ദ്വിജനൊന്നു പറയുന്നു. സുജന സംഗമം ഏറ്റം സുകൃത നിവഹ സുലഭമദനു നിയതം. സുജന സംഗമ ഏറ്റം സുകൃത നിവഹ സുലഭമദനു നിയതം. പല ദിനമായി ഞാനും ബലഭദ്രാനുജാ നിന്നെ നലമോടും കാൺമതിനോ കളിയല്ലേ രുചിക്കുന്നു. കാലവിഷമം കൊണ്ടു കാമം സാധിച്ചതില്ലേ. നീല നീരത വർണ്ണ നീല നീരത വർണ്ണ മൃദുല കമല രുചിര നയന മൃഗരേ. നീല നീരത വർണ്ണ മൃദുല കമല രുചിര നയന മൃഗരേ. അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നാദ
കൃഷ്ണനോട് പറയുന്നതായിട്ടാണ് ഈ പദം കുചേലവൃത്തത്തിൽ. അവരൊന്നിച്ച് പഠിച്ച സന്ദീപനി മുനിയുടെ അടുത്ത് താമസിച്ചതും അവിടെ ഉണ്ടായിരുന്ന അനുഭവങ്ങളും ഒക്കെ ഓർത്ത് കഴിഞ്ഞിട്ട് കുചേലൻ കൃഷ്ണനോടായിട്ട് പറയുന്നതാണ്. കൃഷ്ണനെ നമസ്കരിച്ചുകൊണ്ട് ഭഗവാനാണെന്നറിയാം, അത് സുഹൃത്തുമാണ്, സൗഹൃദമുണ്ട്. അതാണ് കുചേലവൃത്തം കഥ അങ്ങനെയാണ് പോകുന്നത്. അതുപോലെ ആണ് പല ഈ പറയുന്ന കഥകളൊക്കെ നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ബോധ്യമാണ്. ഉദാഹരണത്തിന് നളചരിതത്തിൽ കലി എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അത് ഈ കഥകളിയിൽ മാത്രമായിട്ടാണ് എനിക്കറിയാവുന്നത്. കലി എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അനിയന്ത്രിതമായിട്ടുള്ളൊരു ദേഷ്യം മനുഷ്യനുണ്ടാകുമ്പോൾ അയാൾ സ്വയം മാറുന്നു, അയാൾക്ക് വിവേചന ബുദ്ധി നഷ്ടപ്പെടുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ അസ്വസ്ഥതകളുടെ ഉറവിടം എന്ന് പറയുന്നത്. മനസ്സിൻ്റെ ആ സ്വാസ്ഥ്യം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് അനുഭവമുണ്ട്. ആ അനുഭവത്തെ നമ്മൾ ഓർമ്മിപ്പിക്കത്തക്ക വിധത്തിലാണ് നളചരിതത്തിൽ കലി എന്നൊരു കഥാപാത്രം തന്നെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. എത്ര ഉദാത്തമായൊരു ഭാവനയാണ്! എങ്ങനെയാണ് നമ്മളുടെ മനസ്സിൽ കയറി ഈ കഥകളി പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ നല്ല ഒരു ദൃഷ്ടാന്തമാണ് ഈ കലിയുടെ ഒരു കഥാപാത്രമായിട്ട് അവിടെ സന്നിവേശിച്ചിരിക്കുന്നത്. അതോട് കൂടിയിട്ട് നള മഹാരാജാവിന് ഈ കലി ബാധിച്ച് കഴിഞ്ഞിട്ട് ആണ് ഈ ചൂതുകളിക്കും രാജ്യം നഷ്ടപ്പെടുകയും അങ്ങനെയുള്ള ആ കഥകളൊക്കെ വരുന്നത് അങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ലാളിത്യം അല്ലെങ്കിൽ ഒരു നിസ്സാരതയെ പറ്റിയിട്ടുള്ള ഒരു നിതാന്ത ബോധ്യം ഈ കലകൾ നമ്മളിലേക്ക് തരുന്നു. അതിലേറ്റവും ഗംഭീരമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ കഥകളി തന്നെയാണ്. അതിനകത്ത് മറ്റുള്ള കലകളെ അപേക്ഷിച്ചിട്ട് സ്വയമേവ ഒറ്റയ്ക്ക് തന്നെ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കഴിയുന്ന കലകളുടെ ഒരു സമ്മേളനമാണ് കഥകളിയിൽ. അതുകൊണ്ട് അത് കലകളുടെ സാമ്രാട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ പാട്ട്, കൊട്ട്, അഭിനയം, അതിനകത്ത് നൃത്യം, നാട്യം, നടനം, ഇങ്ങനെയുള്ള കലകളുടെ എല്ലാം കൂടെ സമ്മേളനം വരുമ്പോൾ അതിൽ നിന്ന് വല്ലാത്ത ഒരു അനുഭൂതി പകർന്ന് അവനവനെ മറന്ന് ആ കഥാപാത്രങ്ങളിലേക്ക് നമ്മളുടെ മനസ്സിനെ സന്നിവേശിപ്പിച്ചിട്ട് അവരുടെ ഉള്ളിലുള്ള വികാരവിചാരങ്ങൾ സ്വാംശീകരിച്ച് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ലോകവീക്ഷണം കഥകളി നമുക്ക് തരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ആയിട്ടുള്ള സംഗതി. ഒരു കഥകളി പദവും കൂടെ ഞാൻ പാടാം. അത് കർണശപഥത്തിൽ ദുര്യോധനൻ്റെ പത്നി ഭാനുമതി സങ്കടം ആയിട്ടിരിക്കുകയാണ്. ഈ യുദ്ധം വരാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്ത് ദുര്യോധനനും കൗരവർ പരാജയപ്പെടുമോ എന്നുള്ളൊരു ഭീതി ഭാനുമതിക്ക് വന്നു ചേർന്നു. ദുര്യോധനൻ വന്നിട്ട് ചോദിക്കുമ്പോൾ എന്താണ് ഇങ്ങനെ വിഷാദമുഖയായിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അളവില്ലാതൊരു ഭയം എന്നെ ഭരിക്കുന്നുണ്ട് എന്ന് പറയുക. അപ്പോൾ കർണനെ പറഞ്ഞയക്കാം, കർണനോട് സംസാരിക്കൂ. അപ്പോൾ കർണൻ ഒക്കെ നമ്മളുടെ കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് യുദ്ധം തോൽക്കില്ല, അങ്ങനെ വിഷമിക്കണ്ടെന്ന് പറയുന്ന ആ പദം ആണ് വാത്സല്യവാരിധേ എന്നുള്ള ഭാനുമതി കർണനോട് പറയുന്നതായിട്ടാണ്. വാത്സല്യവാരിധേ കർണ മഹാമതേ വാത്സല്യ വാരിധേ കർണ മഹാമതേ തുൽസമരാരുണ്ടഹോ ഭൂമണ്ഡലം തന്നീ വല്ലഭൻ ആത്മതുല്യൻ